ഒരു രൂപ ചെലവില്ലാതെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഈസിയായി പഠിക്കാം. അതും 25 ദിവസം കൊണ്ട്. അപ്പോൾ അത് നമുക്ക് കൂടുതലായിട്ട് അറിയാം. ബാബ ഈസി സ്പോക്കൺ ഇംഗ്ലീഷിലെ ബാബ അലക്സാണ്ടർ സാറാണ്. ബാബ അലക്സാണ്ടർ സാറെ, എങ്ങനെയാണ് ഈ ബാബ എന്നുള്ളത് വരാൻ കാര്യം? ഈ ബാബ ഈസി ഇംഗ്ലീഷ് എന്നാണ് ഈ സ്പോക്കൺ ഇംഗ്ലീഷ് പ്രോഗ്രാമിന് ഞാൻ പേരിട്ടിരിക്കുന്നത്. ബാബ എന്ന് പറഞ്ഞാൽ ബേബി എന്നാണ്. ബേബി. അപ്പൊ ഈ ക്ലാസ്സിന് വരുന്നവരെല്ലാം കൊച്ചുകുട്ടികളെ പോലെ വരണം, ആ ഒരു മൈൻഡോടെ വരണം. അങ്ങനെ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഇത് പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് സ്പീക്കിങ്ങിലേക്ക് വരാൻ പറ്റും. അപ്പൊ അങ്ങനെ ഇത് ഭയങ്കര പോപ്പുലറായി പ്രോഗ്രാം. പിന്നെ ആളുകൾ എന്നെ ബാബ അലക്സാണ്ടർ എന്ന് വിളിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ വിചാരിച്ച എന്റെ പേര് ഇങ്ങനല്ല അറിയപ്പെടുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ റെക്കോർഡിക്കല് എന്റെ പേരൊക്കെ മാറ്റി, എല്ലാം മാറ്റി. പാസ്പോർട്ട് വരെ ബാബ അലക്സാണ്ടർ. ഇതിപ്പം എങ്ങനെയാണ് സാറേ ഈ ഒരു അതായത് ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്? ഓൺലൈൻ ക്ലാസ് അല്ലേ നമുക്ക്? ഓൺലൈൻ മാത്രമല്ല, നമുക്ക് ഓഫ്ലൈൻ ഉണ്ട്, പിന്നെ ലൈവ് ക്ലാസ് ഉണ്ട്. മെയിൻ ആയിട്ട് നമുക്ക് ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സിലാണ് കൂടുതൽ കുട്ടികൾ വരുന്നത്. കാര്യം അവർക്ക് വീട്ടിലിരുന്നുകൊണ്ട് രാത്രി സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യാം, 1 മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം. എല്ലാവർക്കും കൺവീനിയന്റ് ആണ്. അതുകൊണ്ട് ഇപ്പൊ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഓൺലൈൻ ക്ലാസ്സിനാണ്. സൂമിലാണ് എന്റെ ക്ലാസ്. അപ്പൊ ഈ ഫ്രീ ആയിട്ട് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് സാറിന് ആ ഒരു വരുമാന മാർഗം അങ്ങനെ ഉദ്ദേശിച്ചുണ്ട്? അതോ ജീവിതമേ ഫ്രീ ആയിട്ട് ആൾക്കാരെ പഠിപ്പിക്കാൻ? അല്ല, ഞാനിത് നമ്മളൊരു വലിയ സാമ്പത്തിക മോഹം എന്നുള്ള ആളല്ല. അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള ചുറ്റുപാടൊക്കെ നമുക്കുണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് ഇതിൽ നിന്നും ഒരു വരുമാനം കൊണ്ടൊന്നും ജീവിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാനിത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. മാത്രമല്ല, എനിക്ക് വേറെ ഐഡിയ ഉണ്ട്. നമ്മൾ ഈ ഭാരതീയ കോൺസെപ്റ്റ് അനുസരിച്ച് വിദ്യക്ക് വിലയിടാൻ പാടില്ല. വിദ്യക്ക് നമ്മൾ വിലയിട്ട് കഴിഞ്ഞാൽ വിദ്യന്റെ മഹത്വം നഷ്ടപ്പെടും എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതിൽ വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ് സാറ് ഈ ഒരു ഇതിലേക്ക് വരാൻ, അതായത് ആൾക്കാരെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാനുള്ള ഒരു? ഇത് എന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് തുടങ്ങുന്നത്. ഞാൻ ഡബിൾ എംകോം കഴിഞ്ഞിട്ട് ഒരു കമ്പനിയിൽ ഒരു ഇന്റർവ്യൂവിന് പോയി. അവർ ഇംഗ്ലീഷിലായിരുന്നു കംപ്ലീറ്റ് ചോദ്യങ്ങൾ. അപ്പൊ എനിക്ക് അന്നേരം മനസ്സിലായി ഈ ഡബിൾ എംകോം കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഒരു വാചകം പോലും എനിക്ക് അവിടെ പറയാൻ പറ്റിയില്ല. ആ മൊമെന്റിൽ എന്റെ മനസ്സിലേക്ക് കുറെ ചിന്തകൾ വന്നു. ആ ചിന്തകളിൽ നിന്നാണ് ഈ ഒരു പ്രാക്ടീസ് ഞാൻ ഡെവലപ്പ് ചെയ്യാൻ. പിന്നെ ഈ പ്രാക്ടീസ് ഒക്കെ ഞാൻ എന്റെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്തു. ഈ ഗെയിമുകളെല്ലാം ഞാൻ പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ എനിക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. എനിക്ക് സ്പീക്കിങ്ങിലേക്ക് വരാൻ പറ്റി. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇതേപോലെ എന്നെ പോലെ എത്രയോ പേര് വിദ്യാഭ്യാസമുണ്ട്, ഡിഗ്രി ഉണ്ട്, ഡിപ്ലോമ ഉണ്ട്, പലതരത്തിലുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട്. പക്ഷെ ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ അവർക്ക് ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടോ, ഈ ഡിപ്ലോമ ഉണ്ടോ, ഒരു പ്രയോജനമില്ല. അത്യാവശ്യം നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ മീഡിയ ആണ് ഇംഗ്ലീഷ്. എങ്കിൽ പോലും ഇംഗ്ലീഷിലൂടെ നമുക്ക് ഒത്തിരി സാധ്യതകളാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നമ്മുടെ കോൺഫിഡൻസ് കൂട്ടും, നമ്മുടെ സ്റ്റാറ്റസ് കൂട്ടും. ഇപ്പൊ നമുക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചാൽ തന്നെ എവിടെ ചെന്നാലും നമുക്കൊരു റെസ്പെക്ട് ഉണ്ട്, നമുക്കൊരു വാല്യൂ ഉണ്ട്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ജോലി കിട്ടാനായാലും, നമ്മുടെ ബിസിനസ് മെച്ചപ്പെടുത്താനായാലും, നമ്മുടെ പൈസ വരുമാനം കൂട്ടാനായാലും ഇംഗ്ലീഷ് വേണം. പിന്നെ നമുക്കൊരു നെറ്റ്വർക്ക് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഇംഗ്ലീഷിനോടൊപ്പം മലയാളം അറിയാമെങ്കിൽ മലയാളികളായിട്ട് മാത്രമല്ല നമുക്ക് നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ കാലമല്ലേ. അപ്പൊ ഇംഗ്ലീഷിലൂടെ നമുക്കൊരു വേൾഡ് വൈഡ് നെറ്റ്വർക്ക് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ക്ലാസിന്റെ ടൈമുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇത് നമുക്ക് നൈറ്റിലാണ് ഇതിന്റെ ക്ലാസ്. 7:30, 8:30 ഒരു ബാച്ച്, 8:30, 9:30 അടുത്ത ബാച്ച്. ഈ ആദ്യത്തെ 2 ബാച്ചുകളും ലേഡീസിന് വേണ്ടിയിട്ടാണ്. പിന്നെ 9:30, 10:30 ജെന്റ്സിന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് ബാച്ച്. ഈസി ആയിട്ട് ഈ ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കുന്നത്. ഇത് ഗെയിമുകളും പസിലുകളും ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും 25 മണിക്കൂറുണ്ട്. ഒരു ദിവസം 1 മണിക്കൂർ വെച്ചിട്ടാണ്. അങ്ങനെയാണ് 25 മണിക്കൂർ, 25 ദിവസത്തിന്റെ കണക്ക്. അപ്പൊ നമ്മള് ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. അതേപോലെ നമുക്ക് ഇംഗ്ലീഷ് പടിപടിയായിട്ട് പ്രാക്ടീസ് ചെയ്ത് സ്പീക്കിങ്ങിലേക്ക് എത്താൻ പറ്റും. ഇത് ശരിക്കും ഒരു 25 മണിക്കൂർ വേണ്ട, ഒരു 15-20 മണിക്കൂർ ആകുമ്പോൾ തന്നെ എല്ലാവർക്കും സ്പീക്കിങ്ങിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ഈ 25 മണിക്കൂർ അല്ല 25 ദിവസം എന്ന് പറയുമ്പോൾ അത് ഗെയിമുകളിലൂടെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? അപ്പൊ നമ്മൾ തുടക്കത്തിൽ ഇപ്പം തന്നെ നമ്മൾ മലയാളത്തിൽ ആദ്യം വാക്കുകളല്ലേ സംസാരിക്കുന്നത്, വലിയ വാചകങ്ങളല്ലല്ലോ സംസാരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇംഗ്ലീഷും കൊണ്ടുവരാമെങ്കിൽ ഇത് വളരെ ഈസിയാണ്. അപ്പൊ നമ്മള് ഇപ്പൊ മലയാളത്തിൽ നമ്മൾ അമ്മ, പാല് വേണം, വിശക്കുന്നു, അച്ഛൻ വന്നോ പോയോ, ചിരിച്ചോ, കണ്ടേ, ഇങ്ങനെയൊക്കെ പറയത്തില്ലേ, അതുപോലെ നമ്മൾ ഇംഗ്ലീഷിലും തുടങ്ങണം. പിന്നെ ഒറ്റ വാക്കുകളുടെ ഒരു ഫ്ലോ ആയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് 2 വാക്കുകളിലേക്ക് എത്താൻ പറ്റും. പിന്നെ നമ്മൾ കൊച്ചു വാചകങ്ങളൊക്കെ സംസാരിക്കും. അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ ഒരു ഓർഡറിൽ പോയി കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു പരിപാടിയല്ല നമ്മുടേത്. നമ്മൾ അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ്. ഞാൻ കുറച്ച് ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുക്കും, ഇന്ന പ്രാക്ടീസുകൾ നിങ്ങൾ ചെയ്യണമെന്ന് പറയും, എന്നിട്ട് അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ അറിയാമല്ല, ഇംഗ്ലീഷ് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ടാകുന്നതല്ല, നമ്മൾ പ്രാക്ടീസ് ചെയ്ത് സ്വയം ഡെവലപ്പ് ചെയ്താണ്. ഇതൊരു കഴിവാണ്. മറ്റു കഴിവുകൾ പോലെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു കഴിവാണ് സ്പീക്കിംഗ് സ്കില്ല്. നമുക്ക് അറിവൊക്കെ എന്ത് ചെയ്യാം, ഒരു ടീച്ചറിന് ഇങ്ങനെ ഇമ്പാർട്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ പകർന്നു കൊടുക്കാം. പക്ഷേ സ്പീക്കിംഗ് സ്കില്ല് നമ്മൾ ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യണം. എൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഈസി ആയിട്ടുള്ള ഒരു വഴി അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഗെയിമുകൾ കളിച്ച്, പസിലുകൾ കളിച്ച്, അറിയാതെ സ്പീക്കിങ്ങിലേക്ക് പടിപടിയായിട്ട് ഒറ്റ വാക്ക്, പിന്നെ 2 വാക്ക്, പിന്നെ കൊച്ചു വാചകങ്ങൾ സംസാരിക്കും, പിന്നെ ഡിബേറ്റ് ഒക്കെ നടത്തിയിട്ട് നമ്മുടെ സ്പീക്കിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു പ്രാക്ടീസ്. ആ സ്റ്റേജ് വരെ നമ്മൾ എത്തിക്കുക. സ്കൂളുകളിലൊക്കെ പോയി ക്ലാസ് എടുക്കണ്ടോ സാറേ? ഇത് സ്കൂളുകളെ സംബന്ധിച്ച് നമുക്ക് 2 ദിവസത്തെ ക്ലാസ് മതി എനിക്ക്.
ഞങ്ങളിപ്പോൾ ഇവിടെ തൊട്ടടുത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഏരൂര് പോയിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ ഒരു കുട്ടികൾ സ്പീക്കിങ്ങിലേക്ക് വന്നു. രണ്ടാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് കുറച്ച് പ്രാക്ടീസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്പീക്കിങ്ങിൽ നല്ല ഫ്ലോയിൽ അവരൊക്കെ സംസാരിച്ചു. അപ്പൊ ഈ കുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ബ്രെയിനൊക്കെ ഭയങ്കര ഷാർപ്പാണ്. അപ്പൊ അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് കുറെ കൂടെ സ്പീഡിൽ മറ്റു ആളുകളെക്കാളും സ്പീഡിൽ കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ കുറെ സ്കൂളുകളിൽ ഞങ്ങൾ പോയി ക്ലാസ് എടുക്കാറുണ്ട്, പലയിടത്തും ഇങ്ങനെ വിളിക്കാറുണ്ട്. അതെല്ലാം കംപ്ലീറ്റ് ഫ്രീ ആയിട്ടാണ് പ്രോഗ്രാം. ഗ്രാമർ പഠിപ്പിക്കാതെ എങ്ങനെയാണ് ഇംഗ്ലീഷ് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്? ഇവിടെ ഗ്രാമർ പഠിപ്പിക്കുന്നില്ലേ? ശരിക്കും നമ്മൾ അറിയാറില്ല, ഈ ലാംഗ്വേജ് ഉണ്ടായതിനു ശേഷമാണ് ഗ്രാമർ കണ്ടുപിടിച്ചത്. എന്ന് പറഞ്ഞാൽ ഗ്രാമറിന്റെ ഉൽപ്പന്നം അല്ല ലാംഗ്വേജ്. അപ്പൊ പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, മലയാളം, നിങ്ങളൊക്കെ മലയാളം പഠിച്ചത് അല്ലെങ്കിൽ മലയാളം സംസാരിക്കുന്നത് ഗ്രാമർ പഠിച്ചിട്ടല്ലല്ലോ. അപ്പൊ ഈ ഗ്രാമർ പഠിപ്പിക്കുന്നതാണ് ഈ സ്കൂളിലും കോളേജിലുള്ള ഇംഗ്ലീഷിന്റെ അല്ല ഏത് ലാംഗ്വേജ് ആയാലും അതിന്റെ ഏറ്റവും വലിയ പ്രശ്നവും തകരാറും അതാണ്. ഗ്രാമർ നമ്മൾ അറിയാതെ പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു വാക്ക് കേൾക്കുമ്പോൾ ആ വാക്കുമായിട്ട് ബന്ധപ്പെട്ട ഗ്രാമർ, വരൂ, പോകൂ, നോക്കിയേ, ചിരിച്ചേ, വന്നോ. അപ്പൊ നമ്മളെ വന്നോ എപ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത് മനസ്സിലാവില്ല, ആ വാക്ക് ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നത് മനസ്സിലാവും. അപ്പൊ അങ്ങനെ നമ്മൾ ഏത് വാക്കുകൾ കേൾക്കുമ്പോഴും അതിനോടൊപ്പം അതിന്റെ ഗ്രാമർ നമ്മൾ അറിയാതെ പഠിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ ഗ്രാമറിനെ കുറിച്ച് ചിന്തിക്കത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ ഒരു 15-20 മണിക്കൂറാകുമ്പോൾ തന്നെ ആളുകൾക്ക് സ്പീക്കിങ്ങിലേക്ക് വരാൻ പറ്റുന്നത്. സ്കൂളിലും കോളേജിലൊക്കെ ഗ്രാമർ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ കുട്ടികൾ പിന്നെ ഗ്രാമറിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഗ്രാമർ ആണോ, കറക്റ്റ് ആണോ, സബ്ജക്റ്റ് ഉണ്ടോ, വെർബ് ഉണ്ടോ, പ്രൊപ്പോസിഷൻ ഉണ്ടോ, ടെൻസ് കറക്റ്റ് ആണോ, എന്തൊക്കെ ഗ്രാമർ പഠിപ്പിക്കുന്നത് പിന്നെ അതൊക്കെ ആയിരിക്കും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെയാണ് ഈ സ്പീക്കിംഗ് ഇത്രയും ബുദ്ധിമുട്ടാക്കി മാറ്റുന്നത്. ഇപ്പം ക്ലാസ്സിൽ വന്നവരുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ക്ലാസ്സിലൊക്കെ വന്നവർക്ക് സ്വർഗം കിട്ടിയ സന്തോഷത്തോടെ പോകുന്നത്. അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു വലിയ സമ്പത്തായി ഈ സ്പീക്കിംഗ് സ്കില്ല്. പിന്നെ എൻ്റെ ക്ലാസ് വരുന്നവരെന്ന് പറഞ്ഞാൽ അവർ പലയിടത്തും പോയി ഫീസ് കൊടുത്ത് സ്പോക്കൺ ഇംഗ്ലീഷ്, നിങ്ങൾക്കറിയാമല്ലോ ഒരുപാട് മാർക്കറ്റിംഗ് സ്ഥാപനങ്ങളാണ് ഇന്ന് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ പോയി ഫീസ് കൊടുത്ത് 2-3 പ്രാവശ്യം ഫീസ് കൊടുത്തവരൊക്കെയാണ് നമ്മുടെ അവിടെ വന്നിട്ട് ഒരു ഫീസും ഇല്ലാതെ സ്പീക്കിങ്ങിലേക്ക് വന്നിട്ട് പോകുന്നു, സന്തോഷമായിട്ട് പോകുന്നത്. സാർ ഇങ്ങനെ പഠിപ്പിക്കുന്നതുകൊണ്ട് വേറെ ആരെങ്കിലും സാറിനെ വിളിച്ച് പറയുകയും ചെയ്താൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കരുതെന്നെല്ലാം പറയുന്നത്? അവർക്ക് നമുക്ക് അണ്ടർഗ്രൗണ്ടിൽ കൂടെ ഒരുപാട് പണിയൊക്കെ വരുന്നുണ്ട്. അവരോട് എന്താ പറയുന്നത്? അതൊക്കെ അവർക്ക് വലിയ സാധ്യതയല്ലേ. ഇപ്പൊ നമുക്കറിയാമല്ലോ, ഇപ്പൊ ഇത് എത്രയും ബുദ്ധിമുട്ടാക്കി ഇംഗ്ലീഷ് എത്രയും ബുദ്ധിമുട്ടാക്കി കൊണ്ടുപോകുമ്പോൾ അത്രയും ബുദ്ധിമുട്ടാക്കുകയാണ് അവരുടെ ലക്ഷ്യം. കാര്യം അത് അതിലൂടെ അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ ബിസിനസ് മെയിൻറ്റെയിൻ ചെയ്യാനും അത് കൂടുതൽ ആളുകളിലേക്ക് മാർക്കറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഞാനിത് കുറച്ചുകൂടെ ഈസി ആക്കി കൊടുക്കുന്നുണ്ടും പെട്ടെന്ന് കൊടുക്കുന്നുണ്ടും ഫീസ് ഇല്ലാതെ കൊടുക്കുന്നുണ്ടും സ്വാഭാവികമായിട്ട് അതിനോട് അവർക്ക് വിരോധം ഉണ്ടാവുമല്ലോ. അതൊക്കെ നാച്ചുറലാണ്, അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. അത് തന്നെ കാര്യം. ഇവിടെ തന്നെ ഹിന്ദി, നമ്മൾ എത്ര വർഷം ഹിന്ദി പഠിക്കുന്നുണ്ട്, ഹിന്ദി പഠിപ്പിക്കുന്നുണ്ട്, ആർക്കെങ്കിലും ഹിന്ദി സംസാരിക്കാൻ പറ്റുന്നത്? ഈ പഠിപ്പിക്കുന്ന ഹിന്ദിന്റെ മാഷിന് പോലും ഹിന്ദി സംസാരിക്കാൻ അറിയത്തില്ല. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ പോയി നമ്മൾ കുറച്ചാൾ ജോലി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ 6 മാസം അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഹിന്ദി സംസാരിക്കാൻ പറ്റും. അപ്പൊ നമ്മളവിടെ ഗ്രാമർ പഠിച്ചിട്ടാണോ ഹിന്ദി സംസാരിക്കുന്നത്? സ്കൂളിൽ ഇരുന്നിട്ടാണോ ഹിന്ദി, സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിൽ പോയിട്ടാണോ ഹിന്ദി സംസാരിക്കുന്നത്? ഒന്നുമല്ലല്ലോ. അങ്ങനെയാണ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത്. അതേ മെത്തേഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇംഗ്ലീഷ് എന്നല്ല ഏത് ലാംഗ്വേജ് ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ആളുകൾക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് വീട്ടിലിരുന്നിട്ട് സൂമിലൂടെയുള്ള ക്ലാസ്സാണ്. അത് രാത്രിയിലാണ് ക്ലാസ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ആളുകൾ അതിനെ പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മളെ വിളിക്കും, സ്കൂളുകളിൽ നിന്നും ലൈബ്രറികളിൽ നിന്നും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ക്ലാസ് കൊടുക്കും. സ്കൂളുകളിൽ നമുക്ക് 2 ദിവസത്തെ ക്ലാസ് മതി. 2 ദിവസം കൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും സ്പീക്കിങ്ങിലേക്ക് വരാൻ പറ്റും. ഇതിപ്പോ നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ക്ലാസ്, പിന്നെ അതായത് ഏത് രാജ്യത്തിരുന്ന് വേണമെങ്കിലും സൂമിന്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ മലയാളികൾ പല രാജ്യത്തിരുന്നിട്ട് പങ്കെടുക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളുണ്ട്, അമേരിക്കയിലുണ്ട്, ഫ്രാൻസിലുണ്ട്, ഈജിപ്തിലുണ്ട്, ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട് അവർ. അപ്പൊ അമേരിക്കയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇംഗ്ലീഷ് സംസാരിക്കാം. അതെ. അപ്പൊ അവരൊക്കെ സൂമിൽ ഇരുന്ന് അവർക്കൊക്കെ കൺവീനിയന്റ് ആണ്. അവരുടെ ടൈമും ഇവിടുത്തെ ടൈമും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട്. ഒരു ബാച്ചിൽ എത്ര പേരാണ്? ഒരു ബാച്ചിൽ 100 പേരാണ്. ഇപ്പൊ നമ്മളൊരു 3 ബാച്ചാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 7:30 മുതൽ 9:30 വരെ ലേഡീസിനുള്ള 2 ബാച്ച് ഉണ്ട്. പിന്നെ 9:30 തൊട്ട് 10:30 വരെ ജെന്റ്സിന് ഒരു ബാച്ച് ഉണ്ട്. ഒരു ബാച്ച് തീർന്നു കഴിയുമ്പോൾ അടുത്ത ബാച്ച് നമ്മൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ 100 പേര് കഴിയുമ്പോൾ ഒരു ബാച്ചായിട്ട് മാറും. അത് ഏതൊക്കെ ടൈമുകളാണ് കൊടുക്കുന്നത്? അവർക്ക് ചോയ്സ് കൊടുക്കും നമ്മൾ. ഇപ്പൊ ലേഡീസിനെ ഉള്ള ചോയ്സ്. അപ്പൊ അത് ഏത് ടൈമാണ് പ്രിഫർ ചെയ്യുന്നത് വെച്ചാൽ ആ ബാച്ചിൽ ആ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ അവരെ ആഡ് ചെയ്യും. ഈ വൈകുന്നേരങ്ങളിൽ മാത്രമാണ് ഈ ക്ലാസ് ഉള്ളത് അല്ലേ? വൈകിട്ടല്ല, രാത്രിയിലാണ്. 7:30 മുതൽ രാത്രി 10:30 വരെയാണ്. 3 മണിക്കൂർ ക്ലാസ് ആണ്. 3 ബാച്ച് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പകല് ക്ലാസ് പകല് കൂടുതൽ ഞങ്ങൾ ഇങ്ങനെയുള്ള സ്കൂളുകളിലൊക്കെ പോയിട്ട് ക്ലാസ് നടത്തുകയാണ്. മാത്രമല്ല ഈ പകലൊക്കെ ആകുമ്പോൾ ആളുകൾക്ക് ജോലിക്കൊക്കെ പോകുന്നവരാണല്ലോ, അവർക്ക് അസൗകര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് രാത്രി എല്ലാവർക്കും കൺവീനിയന്റ് ആയിട്ടുള്ള ടൈം. അപ്പൊ ജോലിക്കൊക്കെ പോയിട്ട് വീട്ടിലിരുന്ന് സ്വസ്ഥമായിരുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സമയങ്ങളിൽ. അതെ. ഇപ്പൊ എത്ര ബാച്ച് ഉണ്ട്? ഇപ്പൊ നമ്മള് ലേഡീസിന്റെ 30 ബാച്ച് കഴിഞ്ഞു. ഇപ്പൊ ജെന്റ്സിന്റെയും ബാച്ചുകൾ വന്നോണ്ടിരിക്കുകയാണ്. സാറ് നമ്മൾ വാക്ക് ഉപയോഗിക്കുമ്പോഴേ ഇന്ന്, ഹാവ്, ഹാഡ്, ING അതൊക്കെ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യും.
അതൊക്കെ നമ്മൾ നാച്ചുറലായിട്ട് ഇപ്പം മലയാളത്തിൽ ഇങ്ങനെയുള്ള വാക്കുകളുണ്ട്. ഇപ്പം പോകും, പോകുന്നു, പോയിരിക്കും എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ നമ്മൾ ആ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ പോകുന്നു എപ്പോഴാണ് ഉപയോഗിക്കുന്നത്, പോയിരിക്കും എപ്പോഴാണ് ഉപയോഗിക്കുന്നത്, പോയി എന്ന് എപ്പോഴാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമ്മുടെ മൈൻഡ് രജിസ്റ്റർ ആവുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടുകാർ നമ്മളോട് പറയുമല്ലോ, അച്ഛൻ എന്തിയേ, അച്ഛൻ പോയി, അച്ഛൻ പോയിരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായില്ല പോയിരുന്ന എപ്പോഴാണ് അമ്മ ഉപയോഗിച്ചത്, പോയി എപ്പോഴാണ് ഉപയോഗിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. അതേപോലെ നമുക്ക് ഇംഗ്ലീഷിലും ഈ യൂസേജുകളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. അപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു വാചകം പറയുമ്പോൾ പിന്നെ നമ്മുടെ ചിന്ത എല്ലാം ഇതായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് വാചകം പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇതിനെ കുറിച്ചുള്ള ചിന്തകളൊക്കെ വിടുക. നമുക്ക് അറിയാതെ ഒറ്റ വാക്ക്, 2 വാക്ക്, 3 വാക്കുകൾ, പിന്നെ കൊച്ചു വാചകങ്ങളൊക്കെ സംസാരിച്ച് ആ ഓർഡറിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇത് സംഭവം എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. അപ്പൊ പലർക്കും ഒരു ധാരണയുണ്ട്, ഈ എഴുതുന്നതിന് ഗ്രാമർ പഠിക്കണം, അല്ലെങ്കിൽ സംസാരിക്കുന്നതിന് ഗ്രാമർ വേണ്ട. അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമുക്ക് സംസാരിക്കുന്നതിനും ഗ്രാമർ വേണ്ട, എഴുതുന്നതിനും ഗ്രാമർ വേണ്ട. അപ്പം നമ്മൾ മലയാളം നമ്മൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പിട്ട് എന്ത് ചെയ്തു, മലയാളം സംസാരിച്ചു. അപ്പൊ സ്കൂളിൽ ചെന്നിട്ട് അവിടെ നമ്മളെ അക്ഷരങ്ങൾ പഠിപ്പിച്ചു, ആ ഈ യു ഒക്കെ പഠിപ്പിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, മലയാളം എഴുതി. നമ്മൾ ഗ്രാമർ പഠിച്ചിട്ടല്ല മലയാളം എഴുതിയത്. നോർത്ത് ഇന്ത്യ ഇപ്പൊ ഹിന്ദി സംസാരിക്കുന്ന ആളുകളില്ലേ, അവരെ ഹിന്ദിയുടെ ആൽഫബറ്റ്സ് കൂടെ പഠിപ്പിച്ച് അവര് ഹിന്ദിയിൽ എന്തൊക്കെ സംസാരിക്കും അതെല്ലാം അവർ ഹിന്ദിയിൽ എഴുതുകയും ചെയ്യും. അല്ലെങ്കിൽ സംസാര എഴുത്ത് ഒന്നാണ്. സംസാരത്തിന്റെ ചില പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ എഴുത്ത് കണ്ടുപിടിച്ചത്. പണ്ട് പഠിത്തം നിർത്തിയ ആൾക്കാർ കാണും. 8ാം ക്ലാസ് വരെ പഠിത്തം കാണും, ചിലപ്പോൾ 5ാം ക്ലാസ് വരെ പഠിത്തം കാണും, 9ാം ക്ലാസ് വരെ പഠിത്തം കാണും, ചിലപ്പോൾ സാഹചര്യം കൊണ്ട് പഠിക്കാൻ പറ്റാതെ ഉള്ള ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. അതേത് സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞില്ല, വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കാണ് ഇത് ഏറ്റവും നല്ലത്. കാര്യം കൂടുതൽ വിദ്യാഭ്യാസം നേടുന്തോറും അവരുടെ മനസ്സിലെ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഫീഡാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇത് ഒരു സ്കൂളിലും പോയി പഠിക്കാത്ത ആളുകൾക്കാണ് ഏറ്റവും എളുപ്പത്തിൽ ഇംഗ്ലീഷിലേക്ക് വരാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് നമുക്ക് വിദ്യാഭ്യാസത്തിലൂടെ അല്ല ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യും. ഞാൻ അതിൻ്റെ ഒരു നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് ഏത് പ്രായത്തിലുള്ള പരീക്ഷയ്ക്ക് തോറ്റവരായാലും SLC മാത്രമുള്ളവരായാലും ഈ സ്കൂളിൽ പോലും പോകാത്ത ആളുകൾക്കും ഇത് നാച്ചുറലായിട്ട് ഡെവലപ്പ് ചെയ്യും. ഇത് മലയാളത്തെക്കാൾ ഈസി ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യും. ഇംഗ്ലീഷിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ആൽഫബറ്റ്സ് കുറവാണ്. പിന്നെ നമ്മൾ ഈ ഉപയോഗിക്കുന്ന വാക്കുകളെല്ലാം കോമൺ ആയിട്ട് എല്ലാ ലാംഗ്വേജിലും ഉണ്ട് ഈ ഇംഗ്ലീഷ് വാക്കുകൾ ഇല്ലാത്ത ലാംഗ്വേജ് ഒരു ലാംഗ്വേജ് ഇല്ല വേൾഡിൽ. അതുകൊണ്ട് വളരെ ഈസിയാണ്. അതിൻ്റെ യൂസേജുകളായാലും അതിൻ്റെ ആൽഫബറ്റ്സ് ആയാലും വളരെ സിമ്പിളാണ്. അങ്ങനെ ഏറ്റവും ലളിതമായി ഏറ്റവും എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജാണ്, അല്ലെങ്കിൽ സ്പീക്കിങ്ങിലേക്ക് വരാൻ പറ്റുന്ന ഒരു ലാംഗ്വേജാണ് ഇംഗ്ലീഷ്. ഫീസ് ഇല്ലാത്തതുകൊണ്ടുള്ള ഗുണവും ദോഷവുമാണ്. ഇത് ഗുണമുണ്ട് ദോഷമുണ്ട്. ഗുണം ഞാൻ പറഞ്ഞില്ല, ആളുകൾക്ക് ഒരു ഫീസും കൊടുക്കാതെ ഈസി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിച്ച് പോവാം. ഇതൊരു വലിയ സമ്പത്താണ്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ, പല സ്ഥാപനങ്ങളിലൊക്കെ ഫീസ് കൊടുത്ത് വലിയ ഫീസാണ് ഇപ്പോൾ വാങ്ങണേ, വലിയ ബിസിനസ് ആയത്. പക്ഷെ ഇതിനൊരു ദോഷം എന്ന് പറഞ്ഞാൽ ഫീസ് ഇല്ലാത്തതുകൊണ്ട് ഈ വരുന്നവർക്ക് ഒരു ഗൗരവം കുറവുണ്ട്. അതിൽ ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ് ഉദ്ഘാടനം ചെയ്തു, ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു. എല്ലാവരുടെയും ഫീഡ്ബാക്കുകൾ ഞാൻ കേട്ടു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാനും സാറിൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. ഇത് ഫ്രീ ആയിട്ടാണ്. 25 ദിവസം കൊണ്ട് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും സാറിൻ്റെ കൂടെ നമുക്കും ഈ ഒരു ഫാമിലിയിൽ നമ്മൾ മെമ്പർ ആവാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.